ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഡ്രസ്സുകളുടെ ഹോളാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വന്നതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഡ്രസ് ആണിത്. ഇതിന്റെ റേറ്റ് വരുന്നത് 390 രൂപയാണ്. ഇപ്പൊ ഇതിന്റെ റേറ്റ് ഒന്നുകൂടെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആണ്. ഇനി ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ കളർ എന്ന് പറയുന്ന ഒരു കാക്കി കളറാണ്. ഒരു പ്രിന്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ നെക്ക് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്കാണ് വരുന്നത്. അതേപോലെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവും പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. എൻഡ് ഭാഗത്തായിട്ട് സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കാഫ് ലെങ്ത് ആണ്. എൻഡ് ഭാഗത്തായിട്ട് റഫിൾ ടൈപ്പ് ആണ് വരുന്നത്. മെറ്റീരിയൽ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇടുമ്പോഴും നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ ഒരു കോട്ടും കൂടെ വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 530 രൂപയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആണ്. ഇനി ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ ഇതിന്റെ നെക്ക് വരുന്നത് ഫ്രണ്ടിൽ സ്ക്വയർ നെക്കും ബാക്കില് റൗണ്ട് നെക്കും ആണ് വരുന്നത്. ഈ ടോപ്പ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ്. ഇതിന്റെ കൂടെ ഒരു കോട്ട് കൂടി വരുന്നുണ്ട്. ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കാഫ് ലെങ്ത് ആണ്. എൻഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ റഫിൾ ടൈപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കോട്ട് എന്ന് പറയുന്നത് നമുക്ക് സീക്വൻസ് വർക്കിലാണ് വരുന്നത്. ഇനി ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് 3/4 സ്ലീവ് ആണ്. ഒരു സിൽവർ കളർ സീക്വൻസ് വർക്കിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണിത്. ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് പറയുന്നത് 350 രൂപയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആണ്. ഇനി ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ ഡബിൾ ഷെയ്ഡിലാണ് ഡ്രസ്സ് വരുന്നത്. ഇനി ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ വി നെക്കും ബാക്കിൽ റൗണ്ട് നെക്കും ആണ് വരുന്നത്. നെക്കിന്റെ ഭാഗത്തായിട്ട് ഒരു കോളർ ടൈപ്പ് ആണ് വരുന്നത്. അതേപോലെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തായിട്ട് ഒരു പഫ് കൊടുത്തിട്ടുണ്ട്. ഓർഗാൻസ മെറ്റീരിയൽ ആണ് ആ സ്ലീവ് വരുന്നത്. അതേപോലെ ഈ കോളറും ഓർഗാൻസ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇനി താഴോട്ടെന്ന് പറയുന്നത് കാഫ് ലെങ്ത് ആണ്. എൻഡ് ഭാഗത്തായിട്ട് ഫിറ്റ് ആൻഡ് ഫ്ലെയർഡ് ആയിട്ട് റഫിൾ ടൈപ്പിലാണ് വരുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേണിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ക്രീം ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 350 രൂപ മാത്രമാണ്. ഇപ്പൊ റേറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആണ്. ഇനി ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഹൈ നെക്ക് ആണ് വരുന്നത്. ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഹൈ നെക്ക് ആണ് വരുന്നത്. ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിലും സ്ട്രൈപ്ഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കാഫ് ലെങ്ത് ആണ്. ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പോകുന്നത് ഇപ്പൊ മീഷോയിൽ ഗോൾഡൻ കാറ്റഗറിയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡങ്കറി ഡ്രസ് ആണിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതൊരു ഡങ്കറി ടൈപ്പ് ആണ്. ഇതിന്റെ നെക്ക് വരുന്നത് ഫ്രണ്ടിൽ ഒരു വി നെക്കും ബാക്കിൽ സ്ക്വയർ നെക്കും ആണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ കെട്ടാണ് വരുന്നത്.
ഇതേപോലെ പ്രിന്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത്. അതേപോലെ ഫ്രണ്ടില് ബട്ടൺ ആണ്, താഴെ വരെ എൻഡ് വരെ കൊടുത്തിരിക്കുന്ന ബട്ടൺ വർക്ക് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കാഫ് ലെങ്ത് ആണ്. നമ്മൾ ആ പിക്ചറിൽ കാണുമ്പോൾ ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് പ്യുവർ കോട്ടൺ ആയിട്ട് തോന്നും, പക്ഷെ മെറ്റീരിയൽ റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ആ ഒരു പെർഫെക്ഷന്റെ, എനിക്ക് മേ ബി സ്റ്റിച്ചിങ്ങിന്റെ ആയിരിക്കും, ഒരു പെർഫെക്ഷന്റെ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. ആ ഫോട്ടോയിൽ കാണുന്നതും ഡയറക്റ്റ് നമ്മുടെ കൈ കിട്ടിയപ്പോഴും രണ്ടും രണ്ട് രീതിയിലാണ്. സെയിം ഇമേജ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ നമുക്ക് ഇടുമ്പോ ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഇന്നർ ആയിട്ട് വരുന്നത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ആണ് വരുന്നത്. ഇതിന്റെ നെക്ക് ഒരു റഫിൾ ടൈപ്പ് ആണ് വരുന്നത്. അതേപോലെ സ്ലീവ് എന്ന് പറയുന്നത് ഷോർട്ട് സ്ലീവ് ആണ്. എൻഡ് ഭാഗത്തായിട്ട് എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ട് ഡ്രസ് ആണ് വരുന്നത്. ഇത് ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 380 രൂപ മാത്രമാണ്. ഇപ്പൊ അതിലും റേറ്റ് ഒന്നുകൂടെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആണ്. ഇനി ഇതിന്റെ നെക്ക് വരുന്നത് ഒരു കോളർ ടൈപ്പ് ആണ് വരുന്നത്. അതേപോലെ ഫ്രണ്ട് ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്, എൻഡ് വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട്, എൻഡിങ് ഭാഗത്തായിട്ടൊരു സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ കൂടെ പെയറായിട്ട് ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മീഷോയിൽ അത്യാവശ്യം ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. അതേപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് 450 രൂപയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ഈ നെക്കിന്റെ ഭാഗത്തായിട്ട് ഒരു കെട്ടാണ് വരുന്നത്. ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത്. അതേപോലെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് ഷോർട്ട് സ്ലീവ് ആണ്. സ്ലീവില് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വൈറ്റ് കാണുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രണ്ടിൽ ഒരു വി ഷേപ്പിലാണ് വരുന്നത്. ഫ്രണ്ട് നമ്മുടെ കവർ ചെയ്യാൻ ഇത്രയും ഭാഗം കവർ ചെയ്യത്തില്ല. അതേപോലെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ഒരു സ്റ്റിച്ചിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പൺ ആണ്. പിന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കാഫ് ലെങ്ത് ആണ്. സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. വർക്കൊക്കെ ഓക്കെയാണ്, ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ നമുക്കിതൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാർട്ടി വെയറോ എന്തെങ്കിലും ഫംഗ്ഷനോ മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്ലീവ്ലെസ് ഇടാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ടൈ ചെയ്ത് യൂസ് ചെയ്യാണ്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് കാണിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഡ്രസ്സുകളിലെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് തന്നെ കേട്ടോ. പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമ്മളിത് ട്രൈ ചെയ്ത് കണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഇതെന്ന് പറയുന്നത് മറ്റേ ജോർജറ്റ് മെറ്റീരിയൽ ആയിരിക്കും. കാര്യം കോട്ടൺ എന്ന് കാണിച്ചിട്ട് മീഷോയിൽ നിന്ന് വരുന്നത് അത്രയും ജോർജറ്റ് മെറ്റീരിയൽ ആയിരിക്കും. കാര്യം അവർ ജോർജറ്റിന്റെ ഹോൾസെയിൽ എടുത്തേക്കുന്ന പോലെയാണ്. എല്ലാം വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ശരിക്കും ഇത് മാത്രം ഒരു കോട്ടൺ ഡ്രസ്സാണ്. ഇടുമ്പോഴും ഭയങ്കര രസമാണ്. അപ്പം വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സ് മാത്രമാണ്. പിന്നെ നെക്സ്റ്റ് ഈ പറഞ്ഞ ഈ ബ്ലാക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഡെയിലി യൂസിനോ നോർമലി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇച്ചിരി ഫാഷനബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം ഇങ്ങനെയൊക്കെ ഒന്ന് ടൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ എടുത്തത്. പിന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന പിന്നൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ട്രൈപ്പഡ് ആയിട്ടുള്ള ഒരു ക്രീം കളർ ഡ്രസ്സ് കാണിച്ച് ആ ഡ്രസ്സും ഓക്കെയാണ്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്.
പിന്നെ കാണിച്ചതില് മറ്റ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ഡ്രസ്സ്, ഇന്നറുമായിട്ട് വരുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട്. ശരിക്കും കോട്ടൺ, പ്യുവർ കോട്ടൺ ഒന്നും അല്ല, ഒരു റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. പിന്നെ നമ്മൾ കാണിച്ചതില് പിന്നെ ഈ സ്ട്രൈപ്പഡ് ആയിട്ടുള്ള ഡ്രസ്സും കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയേ ഉള്ളൂ, ശരിക്കും ഒരു പോളിസ്റ്റർ ഷർട്ടൊക്കെ ഇടുന്ന പോലെയാണ് അതും ഫീൽ ചെയ്തത്. പിന്നെ ശരിക്കും പറഞ്ഞാല് ഈ പാർട്ടി വെയർ ആയിട്ട് കാണിച്ച ഈ ഒരു ഡ്രസ്സ്, മെറൂൺ കളർ ഡ്രസ്സ് ഓക്കെയാണ്, ഇടുന്ന സമയത്ത് നല്ല ഭംഗിയാണ്, ഒരു മാരേജിനോ ഒരു ഫംഗ്ഷനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതും ഓക്കെയാണ്. പിന്നെ സിമ്പിൾ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട്, കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും ഇത് ഓക്കെയാണ്. ഓക്കെ പ്രോഡക്റ്റ്. ഏറ്റവും ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആദ്യം കാണിച്ചു തന്നെയാണ് ഈ പ്യുവർ കോട്ടൺ. ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും. അതായത് നമുക്കൊരു ക്വാളിറ്റി വൈസ് 10/10 കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.